മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ഇന്ദുലേഖ. ദൂരദർശൻ കാലം മുതലേ ടെലിവിഷൻ സീരിയലുകളിലൂടെ മലയാളികളുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിയതാണ് താരം. സംവിധായകനായിരുന്ന ശങ്കർ കൃഷ്ണയാണ് ഇന്ദുലേഖയുടെ ഭർത്താവ്. 12 വർഷം മുൻപാണ് ആരോഗ്യ കാരണങ്ങളെ തുടർന്ന് ശങ്കർ കൃഷ്ണ മരിച്ചത്. വിവാഹത്തിന്റെ 25ാം വാർഷിക ദിനത്തിൽ ശങ്കറിനെക്കുറിച്ച് ഹൃദയസ്പർശിയായ കുറിപ്പ് പങ്കുവച്ച ഇന്ദുലേഖ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഇതേക്കുറിച്ച് താരം തുറന്നു പറയുകയും ചെയ്തു. 12 വർഷമായി അദ്ദേഹം മരിച്ചിട്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായത് കഴിഞ്ഞ ദിവസമായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചുള്ള കുറച്ച് ചിത്രങ്ങളുണ്ടായിരുന്നു. അത് വെച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. 1 മില്യൺ വരെ റീച്ച് കിട്ടിയിരുന്നു ആ പോസ്റ്റിന്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആരും ഇങ്ങനെ ഓർത്തിരിക്കാറില്ല എന്നൊക്കെയായിരുന്നു പ്രതികരണം. അദ്ദേഹം മരിക്കുമ്പോൾ എനിക്ക് 32 വയസ്സായിരുന്നു. മോൾക്ക് 7 വയസ്സും. അവളിപ്പോൾ MBBSന് പഠിക്കുകയാണ്. ഞാനും മോളും സംസാരിക്കുമ്പോൾ പുള്ളിയുടെ കാര്യങ്ങളും പറയാറുണ്ട്. ഫിസിക്കലി ഞങ്ങളുടെ കൂടെ ഇല്ല എന്നേ ഉള്ളൂ, എപ്പോഴും ഒപ്പമുണ്ട്. ഭർത്താവ് മരിച്ച സമയത്ത് എൻ്റെ പേഴ്സ് കാലിയായിരുന്നു. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ജോലിക്ക് പോയി. വിഷമിച്ചിരിക്കാൻ ഒരു സമയം കിട്ടിയിരുന്നില്ല. എങ്ങനെ വരുന്നു അതുപോലെ എടുക്കുക എന്നായിരുന്നു എൻ്റെ രീതി. നന്നായി തിരക്ക് പിടിച്ചു പോയിരുന്ന കാലത്തായിരുന്നു അദ്ദേഹം എന്നോട് ഇഷ്ടം പറഞ്ഞത്. അതെൻ്റെ മാതാപിതാക്കൾ തീരുമാനിക്കേണ്ട കാര്യമാണെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. പുള്ളി വിട്ടുകളയാൻ തയ്യാറല്ലായിരുന്നു. കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നായിരുന്നു പറഞ്ഞത്. അതെനിക്ക് സ്ട്രൈക്ക് ചെയ്തിരുന്നു. കൂടുതൽ അടുത്തപ്പോഴാണ് ആൾ ബോൾഡ് ആണെന്ന് മനസ്സിലാക്കുന്നത്. തീരുമാനമെടുക്കാൻ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരാളായിരുന്നു ഞാൻ. എന്നോട് ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിച്ചാൽ പറയാൻ അറിയില്ലായിരുന്നു. കൂടുതൽ അടുത്തപ്പോഴാണ് ആൾ കൊള്ളാമെന്ന് തോന്നിയത്. അങ്ങനെയാണ് ഒന്നിച്ചത്. എത്ര പ്രതികൂല ഘട്ടങ്ങളെയും ഒരു നിറച്ചിരി കൊണ്ട് നേരിടുന്ന സ്ത്രീയെന്നാണ് ഇന്ദുലേഖയെ അടുത്തറിയുന്നവർ വിലയിരുത്തുന്നത്. പരാതിയുടെ ഭാണ്ഡക്കെട്ടുകൾ അഴിക്കാൻ നിൽക്കാതെ ജീവിതം എങ്ങനെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്ന വ്യക്തി. തനിക്ക് താനും പുരയ്ക്ക് തൂണും എന്ന പോലെ സ്വന്തം കാലിൽ നിവർന്നു നിൽക്കാൻ എന്നും അവർ ശ്രമിച്ചു പോന്നു. സ്ത്രീകൾ സ്വയം പര്യാപ്തരാവേണ്ട കാലത്ത് അതുകൊണ്ട് തന്നെ ഇന്ദുവിന്റെ ജീവിതം ഒരു മാതൃകയാണ്. പുരാണ സീരിയലുകളിൽ ഏറ്റവും കൂടുതൽ തവണ ദേവിയുടെ വേഷം ചെയ്ത ഇന്ദുലേഖയെ ദൈവം കണക്കിലേറെ പരീക്ഷിച്ചു. അതുപോലെ തന്നെ അതിനെയെല്ലാം മറികടക്കാനുള്ള ആത്മബലവും നൽകി. 3 വയസ്സിൽ നൃത്തം പഠിച്ച് 4-ാം വയസ്സിൽ അരങ്ങേറ്റം നടത്തി ഇന്ദു ബാലതാരമായി 13-ാം വയസ്സിലാണ് അഭിനയ രംഗത്തെത്തുന്നത്. ഈ രംഗത്ത് വന്നിട്ട് ഇപ്പോൾ 13 പതിറ്റാണ്ടിലേറെയായി. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥകളി എന്നിവ പഠിച്ച ഇന്ദുലേഖ 2000-ത്തിലധികം സ്റ്റേജുകളിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. മികച്ച ഒരു വിവർത്തക കൂടിയാണ്. അന്യഭാഷാ സിനിമകളുടെയും സീരിയലുകളുടെയും തിരക്കഥകൾക്ക് പുറമെ പുസ്തകങ്ങളും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാറുണ്ട്. 6 വർഷക്കാലം ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. ജോലിയുടെ സമ്മർദ്ദവും സീരിയൽ തിരക്കുകളും മകളെ പരിചരിക്കുന്നതുമെല്ലാം കണക്കിലെടുത്ത് ജോലി ഉപേക്ഷിച്ച് പൂർണ്ണമായും കലാലോകത്തേക്ക് തിരിഞ്ഞു. സീരിയൽ സെറ്റിൽ വെച്ച് പരിചയപ്പെട്ട സംവിധായകൻ ശങ്കരൻ പോറ്റിയുമായി അങ്ങനെ അടുപ്പത്തിലായി. സൗഹൃദം പ്രണയത്തിന് വഴിമാറിയപ്പോൾ വിവാഹം കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഒരു മകളും ജനിച്ചു. കരൾ രോഗം ശങ്കറിന്റെ ജീവൻ അപഹരിച്ചപ്പോൾ ഇന്ദു ശരിക്കും തകർന്നുപോയി. പക്ഷെ അതിന്റെ ആഘാതത്തിൽ തളർന്നിരുന്നാൽ ജീവിതം കൈവിട്ടു പോകുമെന്ന് പ്രായോഗികമതിയായ ഇന്ദു മനസ്സിലാക്കി. ചുറ്റുമുള്ളവരുടെ സഹതാപം കൊണ്ട് വീട്ടിൽ അടുപ്പ് പോയില്ല. നന്നായി അധ്വാനിച്ച് ജീവിതം സ്വയം കെട്ടിപ്പടുക്കണമെന്നും മകളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റണം എന്നുമുള്ള ഇന്ദുലേഖയുടെ തീരുമാനമാണ് ഇന്ന് ഇന്ദുലേഖയുടെ ജീവിതം ഇത്രയും മനോഹരമാക്കിയത്.